വർക്കലയിൽ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട് ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പ്രതീക്ഷിച്ച പോലെ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെ രക്ഷിച്ചയാളെ കണ്ടെത്താൻ റെയിൽവേ പോലീസ് ശ്രമം തുടങ്ങി. പ്രതി സുരേഷിനെ കീഴ്പ്പെടുത്തിയ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ റെയിൽവേ പോലീസ് നമ്പർ പുറത്തുവിട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സാധ്യമായ എല്ലാ ചികിത്സയും ശ്രീകുട്ടിക്ക് നൽകുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ 24 മണിക്കൂറും ശ്രീകുട്ടിയെ പരിശോധിക്കുന്നു. തലച്ചോറിനേറ്റ ക്ഷതം ഗുരുതരമാണ്. ഇതുമൂലമുണ്ടായിട്ടുള്ള നീർക്കെട്ട് സാധാരണ നിലയിലാകാൻ സമയമെടുക്കും. ആന്തരിക രക്തസ്രാവം ഉണ്ടോ എന്നറിയാൻ തുടർ പരിശോധനകൾ നടത്തുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് സി ടി എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിനിടെ ട്രെയിനിൽ ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ രക്ഷിച്ചയാളെ കണ്ടെത്താൻ റെയിൽവേ പോലീസ് ശ്രമം തുടങ്ങി. പ്രതി സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാളാണ്. എത്രയും വേഗം ഇയാളെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് നീക്കം. അദ്ദേഹത്തിന്റെ മൊഴി കേസന്വേഷണത്തിൽ നിർണായകമാകും. അതിനിടെ പ്രതി സുരേഷ് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മദ്യലഹരിയിലായിരുന്നു ശ്രീകുട്ടിക്ക് നേരെയുള്ള സുരേഷിന്റെ ആക്രമണം. മീഡിയ 1 തിരുവനന്തപുരം.